ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ത്രീ ബോഡി പ്രോബ്ലം എന്ന് പറയുന്ന ഒരു സീരീസ് നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയിട്ടുണ്ട്. സോ ആ ഒരു നെറ്റ്ഫ്ലിക്സിൽ ആ ഒരു സീരീസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ബട്ട് ആ ഒരു വീഡിയോയെ പറ്റിയിട്ട് നോക്കുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. സോ ഈ ത്രീ ബോഡി പ്രോബ്ലം എന്ന് പറയുന്ന ഈ ഒരു സീരീസിനെ പറ്റി പറയാനാണെങ്കിൽ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തന്നെ പറയാം. പേഴ്സണലായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഒരു നോർമൽ ഓഡിയൻസിന് ഇത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സീരീസ് അല്ല. നമ്മളെപ്പോലെ നോർമൽ ആൾക്കാർ ഇത് കാണുമ്പോൾ എന്താണ് സംഭവം ഇവിടെ നടക്കുന്നതെന്നുള്ളത് ഒരു പിടുത്തവും കിട്ടില്ല. ആ ഒരു ലെവലിലാണ് കാര്യം പോകുന്നത്. ആൻഡ് ഈ ത്രീ ബോഡി പ്രോബ്ലം എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളതൊക്കെയാണ് നമുക്ക് ഈ ഒരു സീരീസിൽ പറയുന്നത്. അത് വല്ലാത്തൊരു ഉദ്ദേശമായി പോയി. സോ കൂടുതലൊന്നും ഞാനൊരു സ്പോയിലർ അലേർട്ടായിട്ട് ഭയങ്കരമായിട്ട് നീട്ടി വലിച്ച് ഒന്നും ഞാൻ പറയുന്നില്ല. എനിക്കിതിൽ പോസിറ്റീവായിട്ട് തോന്നിയത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തത് പെർഫോമൻസ് കാര്യങ്ങളൊക്കെയാണ്. എടുത്തു പറയത്തക്ക രീതിയിൽ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ഒന്നും ഇതിൽ കൊടുക്കാനില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ 1 സീസൺ 2 ഞാൻ കണ്ടില്ല, അതിനെപ്പറ്റി അറിയില്ല. സീസൺ 2 ഇറങ്ങിയിട്ടില്ല. സോ അതുകൊണ്ട് ഞാൻ സീസൺ 1 വെച്ച് നോക്കുമ്പോൾ ഓക്കെ, ഒരു നോർമൽ പെർഫോമൻസ് ആണ്. പിന്നെ ഓക്കെ ആണ്. സൗണ്ട് ഡിസൈൻസ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ ക്വാളിറ്റി എന്ന് പറയുന്നത് വേറെ ലെവലായിട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. സൂപ്പർ ക്വാളിറ്റിയാണ്, പക്കാ ക്വാളിറ്റിയാണ്, ഗംഭീര ക്വാളിറ്റിയാണ്, അടിപൊളി ക്വാളിറ്റിയാണ്. ഈ 3 കാര്യങ്ങൾ കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമ കാണാം. സോ സിനിമ അല്ല, ഈ ഒരു സീരീസ് കാണാം. അതിനൊപ്പം വലിയ സംഭവമായിട്ട് എനിക്ക് ഒന്നും പറയാനില്ല. ഇതൊരു സജസ്റ്റബിൾ കണ്ടന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ വാച്ച് ഇറ്റ് ഔട്ട് ഗൈസ്. സോ ആരെങ്കിലും കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സീരീസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റിൽ ചെയ്യുക. എനിക്ക് ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്.